ഇപ്പോൾ റാണി ശരൺ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം കൂടിയായ റാണി ശരൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റാണി ശരൺ, ഈ പരാതി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ നടി വിൻസി അലോഷ്യസ് നിങ്ങളോടാണ് ഫിലിം ചേംബറിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ആദ്യമായി ഈ പരാതി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് ഉന്നയിച്ചത് റാണിയുടെ അടുത്താണ്. ആ പരാതിയിൽ ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി, ഒരുപക്ഷെ ICCക്ക് മേലെയുള്ളൊരു കമ്മിറ്റി, അവിടെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ തീർപ്പാക്കാത്ത പരാതികൾ പരിഗണിക്കേണ്ട ഇടമാണ് മോണിറ്ററിംഗ് കമ്മിറ്റി. അവിടേക്ക് വന്നപ്പോൾ നിങ്ങൾ സ്വീകരിച്ച നടപടി എന്താണ്? ഞങ്ങൾ അതിന്റെ IC അംഗങ്ങളുമായിട്ട് സംസാരിക്കുകയും അവർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ മീറ്റിങ്ങിന് മുമ്പായിട്ട്. ആ കാര്യങ്ങൾ അവരെ അവെയർ ആക്കുകയും അവരതിന്റെ പ്രൊസീഡിങ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം ഉടനെ തന്നെ 21-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നു. എല്ലാ സംഘടനകളിലെയും അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി. അത് ഫിലിം ചേംബറിന്റെ അണ്ടറിലായിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹൈക്കോർട്ട് ഓർഡർ പ്രകാരം പിന്നെ വനിതാ കമ്മീഷനും കൂടി പറഞ്ഞതിന്റെ പുറത്താണ് ഫിലിം ചേംബർ എന്നുള്ള ഒരു എപെക്സ് ബോഡിയാക്കി വെച്ചുകൊണ്ട് ബാക്കി എല്ലാ അഫിലിയേറ്റ് സംഘടനകളും ഒരുമിച്ച് എല്ലാവരും അംഗങ്ങളായിക്കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും 21-ാം തീയതിയിലെ മീറ്റിംഗിൽ എല്ലാ സിനിമാ സംഘടനകളും അതിന്റെ ഭാഗമായിരിക്കും വന്ന് പങ്കെടുക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ ആയിരിക്കും വരും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നുണ്ടാവുക. ഒരു കാര്യം കൂടി, 2022 ഹൈക്കോടതി വിധിയെ തുടർന്നാണല്ലോ ഈ സിനിമാ സെറ്റുകളിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ICC രൂപീകരിക്കുന്നത്. ആ ICCയുടെ ഘടന ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാണെങ്കിൽ അതിൽ സെറ്റിലെ ഏറ്റവും മുതിർന്ന വനിതാ താരം അല്ലെങ്കിൽ നടിയായിരിക്കണം ആ കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. ഒപ്പം അഭിഭാഷക അല്ലെങ്കിൽ പൊതുപ്രവർത്തക ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കണം. പിന്നെ സെറ്റിൽ നിന്നുള്ള പുരുഷ അംഗങ്ങളും. അപ്പോഴും ഭൂരിപക്ഷം അതിൽ വനിതകളായിരിക്കണമെന്നാണ് അതിന്റെ സ്ട്രക്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ ഇത്തരത്തിലൊരു ICC ഉണ്ടായിരുന്നു. ഇപ്പോൾ മലയാളത്തിലെ എല്ലാ സിനിമകളും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ ICC രൂപീകരിച്ചിട്ടുണ്ട് എന്ന സാക്ഷ്യപത്രം വേണം താനും. പക്ഷേ സൂത്രവാക്യത്തിന്റെ സെറ്റിൽ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ട് അവിടെ എന്താണ് സ്വീകരിച്ച നടപടി എന്നത് ശ്രദ്ധേയമല്ലേ? ഈ ICC എന്നത് ഒരു തട്ടിപ്പാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത്. സംവിധായകൻ ഈ നടിയോട്, വിൻസി അലോഷ്യസിനോട് മാപ്പ് പറയുന്നു, നടനോട് മാന്യമായി പെരുമാറണമെന്ന് ഉപദേശിക്കുന്നു. ഇതായിരുന്നു പ്രത്യേകിച്ച് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നടക്കം പൊതുമധ്യത്തിൽ വന്ന് നടി പറഞ്ഞ ലഹരി ഉപയോഗം പരസ്യമായി നടന്നു എന്ന് നടി വെളിപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഇതായിരുന്നു അവിടുത്തെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ചെയ്യേണ്ടിയിരുന്നത്. അതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ പല സംഘടനകൾക്ക് തന്നെയും പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പല സംഘടനകൾക്കും അതുപോലെ സിനിമയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇത്തരം കാര്യങ്ങളിലുള്ള അവബോധം കുറവാണ്. ചില സംഘടനകളൊക്കെ ചില സിനിമകളൊക്കെ നമുക്ക് ICയുടെ ഇത് തരുമ്പോൾ ഇനീഷ്യലി തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ തരണമല്ലോ. ഞാൻ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ അവിടെ വരുന്ന ചിലതിൽ ചിലപ്പോൾ 4 ആണുങ്ങളായിരിക്കും. ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എക്സ്റ്റേണൽ മെമ്പറെ ആയിരിക്കും ഇവർ പ്രിസൈഡിങ് ഓഫീസർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവർക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നറിയാം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇത് ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിന് വർക്ക്ഷോപ്സ് വെക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം. അന്നും നമ്മൾ ഇനീഷ്യലി ഒരു വർക്ക്ഷോപ്പ് നടത്തിയപ്പോൾ വേണ്ടത്ര ആളുകളുടെ പങ്കാളിത്തം, എന്നാൽ അത്യാവശ്യം ആളുകൾ പങ്കെടുത്തു, എന്നാൽ പോലും കൂടുതൽ ആളുകളിലേക്ക് കാര്യം എത്തിയിട്ടില്ല. ഇപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോ പറയുന്ന ഈ സിനിമയുടെ കാര്യമാണെങ്കിൽ പോലും അവിടെ IC ഉണ്ടാക്കണം എന്നറിയാം. അവർ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് IC ഉണ്ടാക്കിയത്. പക്ഷെ എന്തുകൊണ്ട് കംപ്ലൈന്റ് ആയി വന്നില്ല എന്ന് ചോദിച്ചാൽ അന്നും ഇവരത് ഇന്റേണലി തീർന്നു പോകുമല്ലോ. വാക്കാൽ പറഞ്ഞു തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഇത് വിൻസി ആയാലും സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്കിത് അദ്ദേഹത്തിന്റെ പേര് മോശമാക്കണമെന്നോ അദ്ദേഹത്തിന് ജോലി ഇല്ലാതാക്കണമെന്നോ ഈ സിനിമ ഒരു തരത്തിലും ബാധിക്കണമെന്നോ ആഗ്രഹമില്ല. പ്രത്യേകിച്ച് അവൾ എടുത്തു പറഞ്ഞ കാര്യമാണ്, സിനിമ ബാധിക്കാൻ പാടില്ല. കാരണം ആ സിനിമ മൊത്തം ബാക്കിയുള്ള എല്ലാവരും ഒരു നല്ല ടീമായിട്ടാണ് വർക്ക് ചെയ്തത്, എന്റെ സങ്കടങ്ങളെ അവർ അഡ്രസ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ഇത് അങ്ങനെ തീർന്നു പോകുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഇതിന്റെ ഗൗരവം എന്താണെന്ന് അന്ന് അവർക്കും അത്രയ്ക്ക് മനസ്സിലായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഈ ഒരു ഗൗരവത്തിലേക്ക് വന്ന് നമ്മൾ മോണിറ്ററിംഗ് കമ്മിറ്റി അവരോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ പിന്നീട് ചെയ്യാവുന്ന നടപടികളും ഉണ്ട്. സിനിമ തീർന്ന് ഇത്ര കാലം കൂടി ആ സിനിമയുടെ മുഴുവൻ വർക്ക് തീരുന്നത് വരെ IC വാലിഡ് ആണ് അവരുടെ. അപ്പൊ അത് വെച്ചുകൊണ്ട് അവരതിന്റെ കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തുടർ ദിവസങ്ങളിൽ അവരുടെ കാര്യങ്ങളും അതിന്റെ അപ്ഡേഷൻസും നമുക്ക് വരും. അത് വെച്ചുകൊണ്ടും കൂടി ആയിരിക്കും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ചേരുന്നതും ബാക്കി തീരുമാനങ്ങൾ വരുന്നതും. നന്ദി റാണി ശരൺ. ഏതായാലും ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം കൂടിയായ റാണി ശരണാണ് പ്രതികരിച്ചത്. സിനിമയിൽ ഇപ്പോഴും ഈ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് പോലും അജ്ഞതയുള്ളവരാണ്. അതിന്റെ പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് 2022 ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഇതുവരെയും തിരിയാത്തവർ സിനിമയിലുണ്ട് എന്നതാണ് റാണി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനിയെങ്കിലും ICCകൾ പേരിനാവാതെ കൃത്യമായ നടപടികൾ, അതും
ഒത്തുതീർപ്പോ സമാധാനിപ്പിക്കലോ അല്ലാതെ നിയമപരമായ നടപടികളിലേക്ക് പോകാനുള്ള ആർജവം അത് നാളെ കടന്നു വരാനിരിക്കുന്ന നടിമാർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് ടെക്നീഷ്യൻസിനൊക്കെ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള നടപടി ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.